രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഒരു ചായ കുടിക്കും അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കും. അതൊരു ശീലമാണ് അല്ലേ? നമുക്കൊരു എനർജി കിട്ടാനും അതുപോലെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും പല ആളുകളും ചായയും കാപ്പിയും ഒക്കെ വേണം. പക്ഷെ പ്രമേഹം ഉള്ളവർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചായയോടൊപ്പം പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട്. ചായയോടൊപ്പം ചിലപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ 6-7 ബിസ്ക്കറ്റ് കഴിക്കാറുണ്ട്. സത്യമല്ലേ? വൈകുന്നേരം ആണെങ്കിലും ചില സമയത്ത് നമുക്ക് കൊതി തോന്നിയിട്ട് തന്നെ ചിലപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കും. ബിസ്ക്കറ്റ് കഴിക്കുന്ന സേഫ് ആണെന്നാണ് നമ്മൾ കരുതുന്നത്. ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് പഞ്ചസാര ഇല്ലാതെ ആണെങ്കിൽ നമ്മുടെ പഞ്ചസാര സ്പൈക്ക് എന്ന് പറയുമ്പോൾ, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് പറയുമ്പോൾ വളരെ നോർമലാണ്. അതുപോലെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് നോർമലായിട്ടുള്ള ഷുഗറാണ് ഉള്ളത്. പക്ഷെ അതേ സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നുണ്ട്. 1 ടീസ്പൂൺ ആണെങ്കിൽ, 2 ടീസ്പൂൺ 3 ടീസ്പൂൺ ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് മോശം തന്നെയാണ്. ഇനി നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിലോ, ഒരു 6 ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ സ്പൈക്ക് ഡേഞ്ചറസ് ആയിട്ട് കൂടുന്നുണ്ട്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രമേഹമുള്ള ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. റസ്ക് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും നമ്മൾ ചായയോടൊപ്പം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ കഴിക്കുന്ന സമയത്തും പഞ്ചസാരയുടെ സ്പൈക്ക് കൂടുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഈ ബിസ്ക്കറ്റിലും റസ്കിലും ഒന്നും എന്തില്ല, പഞ്ചസാര ഇല്ല എന്നുള്ളതാണ്. ശരിക്കും തെറ്റാണ്. അത് നമുക്ക് പഞ്ചസാര കൂട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ നമ്മൾ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആപ്പിൾ കഴിക്കാനായിട്ട് നോക്കുക. അമിതമായിട്ട് മധുരമില്ലാത്ത ആപ്പിൾ കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് പയർ പുഴുങ്ങി കഴിക്കാം, മുട്ട പുഴുങ്ങി കഴിക്കാം. ഇതൊക്കെ ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമിതമായി പഞ്ചസാര മുകളിലോട്ട് പോയില്ല. ഉറപ്പായിട്ടും ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കുക.